നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ജൂൺ മാസ വിതരണം സംബന്ധിച്ചുള്ള നിർണായക അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5-നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും കൃത്യമായി പുതിയ സർക്കാരിൻ്റെ ഭരണം ആരംഭിച്ചത് മുതൽ പെൻഷൻ തുക കൈകളിലേക്ക് ലഭിക്കുന്ന ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ചില സുപ്രധാന നടപടിക്രമങ്ങൾ തുടങ്ങിയവ ചില കാര്യങ്ങളെയൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നിർണായക മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങുന്നതിനും പെൻഷൻ പട്ടികയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുന്നതിനും കാരണമായേക്കും. പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ. തുക അടിസ്ഥാന പെൻഷൻ എന്ന ഇനത്തിൽ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനം അധികാരത്തിലേറിയ 6 മാസത്തിലകം തന്നെ ഈ 5 ഗ്യാരണ്ടികളും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ 500 രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജൂൺ മാസം 19 പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ പെൻഷൻ തുക വർധനവ് ഏതു മാസം മുതൽ നിലവിൽ വരുമോ എന്നുള്ള കാര്യത്തിലുള്ള പ്രഖ്യാപനം കൂടി പുറത്തുവരും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ഉൾപ്പെടെ കൈപ്പറ്റുന്ന 65 ലക്ഷത്തോളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്നതും വലിയ ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകാനിരിക്കുന്നത്. പെൻഷൻ തുക മുടങ്ങാതെ കൃത്യമായി ലഭിക്കുന്നതിനായുള്ള വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികളിൽ നിലവിൽ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണയിൽ പ്രതികൂല കാലാവസ്ഥയായ മഴക്കാലവും ഒക്കെ പിന്നിട്ട ശേഷമാണ് വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഓഗസ്റ്റിന് ശേഷം മാത്രമേ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വർഷം സർക്കാർ നൽകിയിട്ടുള്ള തീയതികൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കും.